മുഖ്യമന്ത്രി പദത്തിൽ നേതാക്കളെ ചൊല്ലി സംസ്ഥാനത്തെ പ്രതിഷേധങ്ങൾ ആസൂത്രിതമെന്ന ചില മുതിർന്ന നേതാക്കൾ. ഇത് ജനകീയ പ്രതിഷേധങ്ങളല്ലെന്ന് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അറിയിച്ചു. ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുക മാത്രമായിരുന്നു ലക്ഷ്യമെന്നും നേതാക്കൾ അറിയിച്ചു. സംസ്ഥാനത്തെ പരസ്യ പ്രകടനങ്ങളിൽ നേതാക്കളോട് രാഹുൽ ഗാന്ധി അതൃപ്തി അറിയിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വിജിയാണ് ചേരുന്നത്. വിനീത, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ മൊത്തം ഒരു സെറ്റിട്ട് ചെയ്തതാണെന്നൊരു അഭിപ്രായമാണല്ലോ ഇപ്പോൾ ചില നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനത്തിന് ശേഷം പെട്ടെന്ന് ഇതൊക്കെ മാറിയെന്ന് പറയുമ്പോഴും മൂന്ന് നേതാക്കളും ഒന്നിച്ച് പ്രവർത്തകരോട് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു. ഈ മട്ടിൽ ഫ്ലെക്സുകൾ പാടില്ല, പ്രതിഷേധം പാടില്ല. അതിന്റെ ഭാഗമായി ചിലപ്പോൾ പ്രതിഷേധങ്ങൾ അണഞ്ഞതും ആകാൻ സാധ്യതയില്ലേ? ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ നമ്മൾ കണ്ടതുപോലെ ഈ ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ചും ഓരോ നേതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രകടനങ്ങളും ഒപ്പം തന്നെ പിന്നാലെ പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ അത് പൂർണ്ണമായും അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഈ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ഒരുപക്ഷെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു പ്രകടനങ്ങളോ ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ സ്വിച്ച് ഇട്ടതുപോലെ നിൽക്കില്ലായിരുന്നുവല്ലോ എന്നാണ് ചില മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ തന്നെ ആസൂത്രിതം എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചിട്ടുള്ളത്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ വലിയൊരു വിജയം നേടാൻ കഴിഞ്ഞുവെങ്കിലും അതിന് പിന്നാലെ ഫ്ലക്സ് യുദ്ധത്തിലേക്ക് പോവുകയും പിന്നാലെ അത് പ്രതിഷേധങ്ങളായി മാറുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അത് മൊത്തത്തിൽ ആ ഒരു വിജയത്തിന്റെ തന്നെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ളതാണെന്നാണ് അദ്ദേഹം അതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പരസ്യ പ്രതിഷേധങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അതൃപ്തി കൂടി അദ്ദേഹം ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിലും നേതാക്കളുമായുള്ള ആശയവിനിമയത്തിലും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേതാക്കളുമായി ഏറ്റവും പ്രധാനമായും രാഹുൽ ഗാന്ധി ഈ അഭിപ്രായം, മുഖ്യമന്ത്രി ആരാകണം അടക്കമുള്ള കാര്യങ്ങളിൽ അവരുടെ ഒരു അഭിപ്രായം തേടുകയും ഒപ്പം തന്നെ ഈ കേരളത്തിൽ നടന്ന ഈ പ്രതിഷേധങ്ങളെ കുറിച്ച് നേതാക്കളോട് ആരായുകയും ചെയ്തിട്ടുണ്ട്. ഇതിനാണ് നേതാക്കൾ മറുപടി നൽകിയിരിക്കുന്നത്. അത് ഇത്തരത്തിൽ ആസൂത്രിതമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്വിച്ചിട്ടതുപോലെ ആ പ്രതിഷേധങ്ങൾ പെട്ടെന്ന് അവസാനിക്കില്ലായിരുന്നുവല്ലോ എന്നാണ് നേതാക്കൾ രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നത്. ശരി, വിനിത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.